എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള പിസ്സ പറാത്ത എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഇത് പിസ്സയുടെ ഫ്ലേവറോട് കൂടിയ ഒരു പറാത്തയാണ്. പിസ്സയൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു പറാത്ത തന്നെയാണ് ഇത് കേട്ടോ. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ മൈദ തന്നെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും മൈദയും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടെ. ഞാനിപ്പോൾ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഓയിലും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ ഇത് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ 3/4 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തത്. ഇനി ഇത് നമുക്ക് ഇപ്പോൾ വെള്ളം എത്ര മതി. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് നല്ലപോലെ തന്നെ ഈ ഒരു രീതിയിൽ സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ഡ്രൈ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഇത് ഇതുപോലെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട മിക്സിംഗ് ഒന്ന് തയ്യാറാക്കാം. ഞാനിവിടെ 2 ക്യാപ്സിക്കം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളേഡ് ക്യാപ്സിക്കം ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ പച്ച കളറിലുള്ള ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്. 1 സവാള മുറിച്ചതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പച്ചക്കറികൾക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേറെ പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. മഷ്റൂം വേണമെങ്കിൽ ഉപയോഗിക്കാം, സ്വീറ്റ് കോൺ ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇറ്റാലിയൻ സീസണിങ് ആണ് കേട്ടോ. ഒറിഗാനോ, ബേസിൽ ഫ്ലേക്സ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീസും കൂടിയും ചേർത്ത് കൊടുക്കാം. ചീസിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 കപ്പോളം ചീസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട്. ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ടോ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ചീസും കൂടിയും ഈ മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചീസ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക, ചതച്ച മുളക്. ഇത് നമ്മുടെ എരിവിനും ടേസ്റ്റിനും ഒക്കെ അനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് വേറെ സോസുകളൊക്കെ ചേർത്ത് കൊടുക്കണ്ട, അപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് കളർഫുള്ളും ആവും. ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചീസ് ചേർത്തിട്ടുണ്ടല്ലോ, അത് കാരണം. പിന്നെ സോസിലെല്ലാം ഉപ്പുണ്ട്, അപ്പോൾ പിന്നെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് കൂടിപ്പോവും. ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 3 ടൈപ്പ് സോസ് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ചില്ലി സോസ്, സോയാ സോസ്. ഇതെല്ലാന്നുണ്ടെങ്കിൽ പിസ്സ സോസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പിസ്സ സോസ് ഉപയോഗിക്കാം കേട്ടോ. ഇതെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ചില്ലി സോസിലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചില്ലി സോസ് എടുത്തത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടി ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ സോസും ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് മാത്രം കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ചില്ലി സോസ് വേണമെന്നില്ല, പക്ഷേ സോയ സോസ് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇത് മാറ്റി വയ്ക്കാം. പിന്നെ പിസ്സ സോസൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം.
ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കില്ലേ, അതിനേക്കാളും കുറച്ച് വലിപ്പത്തിലാണ് കേട്ടോ. കുറച്ച് വലിപ്പം കൂടുതലായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരളവ് ഉപയോഗിച്ചിട്ട് ഞാൻ 4 പറാത്തയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാം നമുക്കൊന്ന് ഉരുട്ടി വയ്ക്കാം ആദ്യം. ഇപ്പം ഞാൻ 4 ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തിയെടുക്കണേക്കാളും കുറച്ച് തിക്കായിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുക. അതുപോലെ കുറച്ച് വലുതായിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഒരു ബൗൾ എടുക്കുക. അതിനുശേഷം നമുക്ക് ഗോതമ്പ് പൊടിയിൽ ഇതുപോലെ ഒന്ന് മുക്കിക്കൊടുക്കാം. ഇനി എക്സസ് ആയിട്ടുള്ള ഗോതമ്പ് പൊടിയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമുക്കിത് കുറച്ച് വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ എൻ്റെ ചപ്പാത്തി പലകയുടെ അത്രയും വലിപ്പത്തിലാണ് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകളൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. ആദ്യം ടൊമാറ്റോ കെച്ചപ്പ് ഒരു ഭാഗത്ത് മാത്രം തേച്ചാൽ മതി കേട്ടോ. അതായത് ഇപ്പം നമ്മൾ പരത്തിയെടുത്തില്ലേ, ഇതിൻ്റെ പകുതി ഭാഗത്ത്. ആവശ്യത്തിന് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ടൊമാറ്റോ കെച്ചപ്പ് തേച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചില്ലി സോസും സോയ സോസും ഉണ്ടല്ലോ, അതും കൂടി തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ചീസും പച്ചക്കറികളൊക്കെ ചേർത്തുള്ള മിക്സ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ സോസ് ചേർത്തില്ലേ, ആ ഒരു ഭാഗത്ത് ഈ ഒരു മിക്സ് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ഈ മിക്സ് നമുക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ എഡ്ജസ് ഉണ്ടല്ലോ, അവിടേക്ക് നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ആവശ്യത്തിന് ഫില്ലിങ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് കൈവച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ഫോർക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ എഡ്ജസിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ സീലായിട്ട് ഇരുന്നോളൂ കേട്ടോ. കണ്ടില്ലേ, കാണാനും ഭംഗിയുണ്ടാവും, നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ കണ്ടില്ലേ, ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്തതും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇത് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പകുതി ഭാഗത്ത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സോസ് വെച്ച് കൊടുക്കാം. സോസ് ഈ എഡ്ജസിലേക്ക് ഒരുപാട് അങ്ങോട്ട് തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിത് ക്ലോസ് ചെയ്യണ സമയത്ത് പുറത്തോട്ട് വരും സോസ്. ഇപ്പോൾ ഇവിടെയൊക്കെ സോസ് നമ്മൾ ചേർക്കണ കാരണമാണ് ഞാൻ പറഞ്ഞത് ഉപ്പ് ഈ മിക്സിലേക്ക് ചേർക്കണ്ടെന്ന്. പിന്നെ എല്ലാത്തിലും കൂടി ഉപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉപ്പായിട്ട് മാറും. കാരണം നമ്മൾ ഈ ഒരു ചപ്പാത്തി മാവ് കുഴച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർത്തിരുന്നു. ഫില്ലിങ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവ എടുത്തിട്ടുണ്ട്. തവ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഇപ്പോൾ ആ തവയൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പരത്തി വെച്ച പിസ്സ പറാത്ത വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് കുക്കാവാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി തിരിച്ചിട്ട ഭാഗത്ത് നമുക്ക് കുറച്ച് എണ്ണയൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് ഒരു സ്പൂണോ ബ്രഷോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ രീതിയിൽ എല്ലാവിടെയും ആവണ പോലെ
എണ്ണ ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം. അടുത്ത ഭാഗം ഒന്ന് ചെറുതായിട്ട് കുക്കായിട്ട് വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെയും ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തില്ലേ, ഈ ഒരു ഭാഗത്തും എണ്ണ തേക്കാട്ടോ. അതിനുശേഷം അപ്പുറത്തെ ഭാഗം ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ വീണ്ടും ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് വെന്ത് വരണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം കുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ നല്ലൊരു കളർ വരണം. അപ്പോൾ ശരിക്കും തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇനി അപ്പുറത്തെ ഭാഗം ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ പെട്ടെന്ന് എന്താ പറയുക, സ്റ്റാർട്ടിങ്ങിന് തന്നെ പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കും ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം രണ്ട് ഭാഗം ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കുക്കായിട്ട് വരും, അല്ലെങ്കിൽ ആ ഭാഗം കുക്കാവേണ്ടത് നിൽക്കും. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെയും കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പിസ്സ പറാത്ത റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചീസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചീസ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. മൊസറല്ല ചീസ് തന്നെ വേണമെന്നൊന്നുമില്ല. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. മൊസറല്ല ചീസാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും വലിഞ്ഞ് വരും. അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കണം എന്നില്ല, ചീസും ടൊമാറ്റോ കെച്ചപ്പും മാത്രം ചേർത്താലും മതി. അതായത് പച്ചക്കറികളൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പറ്റും. അതുപോലെ പിസ്സ കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇത് പിസ്സയുടെ ഒരു ഫ്ലേവറോട് കൂടിയ പറാത്ത തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.